ഇന്നറിഞ്ഞ വളരെ വിഷമം തോന്നിയ ഒരു വാർത്തയാണ് പിന്നെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ഉണ്ടാക്കിയ വെടിക്കെട്ട് ശാലയ്ക്ക് തീപിടിച്ച് 10-40 പേർക്ക് പരിക്കും 10-ൽ കൂടുതൽ ആൾക്ക് ജീവഹാനി സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ. ഈ പടക്കങ്ങളും കരിമരുന്ന് പ്രയോഗങ്ങളും ആനയെഴുന്നള്ളത്തും എല്ലാം പൂരപ്രേമികൾക്ക് നല്ലതാണ്, ഇഷ്ടമാണ്, ഒക്കെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഇത്രയും വലിയ റിസ്ക് ആണെന്നുള്ളത് ഓർക്കേണ്ടതാണ്. അതിനൊക്കെ കുറച്ച് നിയന്ത്രണം വരുത്തേണ്ടത് സാധാരണക്കാരനായ ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ അനിവാര്യമാണ്. ഇപ്പം സർക്കാർ ഈ ആന എഴുന്നള്ളിപ്പിനോ അതല്ലെങ്കിൽ ഈ ഇതുവരെയുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾക്കോ ഒക്കെ ഒരു കുറച്ച് നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ അത് പൂരം കലക്കാൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന ഒരു പ്രവണതയായി മാത്രം കണക്കാക്കാതെ അത് ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇന്നിപ്പോൾ അത്രയും കുടുംബങ്ങളെല്ലാം മരിച്ചവരുടെ എല്ലാം കുടുംബങ്ങൾ അനാഥരായി. തൽക്കാലം എന്തെങ്കിലും സഹായ സഹകരണങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും. അത് കഴിയുമ്പോഴും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതുപോലെ അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ആനയുടെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഈ ഇപ്പോഴത്തെ ചൂട് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഈ ചൂടിൽ ഈ മൃഗങ്ങൾ ഇങ്ങനെ ഈ ചെണ്ടകെട്ടും ഒച്ചപ്പാടും ബഹളവും എല്ലാം നോക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയും അത് ചിലപ്പോൾ ഏതിലെങ്കിലും ഓടുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. അപകടങ്ങൾ കൂടാനുള്ള സാധ്യതകൾ ഏറെയല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് സർക്കാരിൻ്റെ ചില നല്ല തീരുമാനങ്ങളെ അത് ഏത് പാർട്ടിയാണ് എന്ന് നോക്കാതെ നല്ലത് നല്ലതാണെന്ന് പറയുന്ന ഒരു പ്രവണത എല്ലാവർക്കും നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. സംഭവിച്ചതൊക്കെ സംഭവിച്ചിട്ട് കുടുംബങ്ങൾക്ക് സന്തോഷം ഉണ്ടാവട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് ഈ ദുഃഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറിക്കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. വീണ്ടും ഇതുപോലുള്ള വലിയ മഹാദുരന്തങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ട നടപടികളൊക്കെ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തിരുന്നെങ്കിൽ നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർ.